പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ആശായാൽ കഷ്ടതയേറ്റ സഭ നാഥാതേ സ്തുതിയും മാനം പാദനം മഹിമ വന്ദനകൾ ശുദ്ധ മാവീനും കൃപപാപികളാ ഞങ്ങളിലും മേരുൾ ഓറിശിലേ വാതിൽ ഉള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാർത്ഥനമശിഹാസ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. ദീർഘം മൃഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേ. ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. കടക്കാരോടെയും കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. വാറയ്ക്കുമോർ ദൈവമേ, നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യും. എന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. രക്തത്തിൽ നിന്നെ എന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. സുബ്ഹാന ബോല ബറോവൽ റൂഹോ കാദീശോ ഹൃദയുള്ളോരാമീ ഞങ്ങൾക്കായി
ഗേഹത്തിൽ ക്രൂശകരാം നിന്ദിതനാം മശിഹാനാഥാം നിൻ വന്നേ കൃപ ചെയ്യണമേ. ഈരെ ഭാവാനിൽ പരിസേവിക്ക് ഞങ്ങൾക്കായി വ്യഥേറ്റിയിടാം. വന്നോരാം മശിഹാനാഥാം നിൻ വന്നേ കൃപ ചെയ്യണമേ. ആകാശത്തട്ടിൽ നിർമ്മാതാവേ യാതനമാനവനെ പോലം ഏറ്റോനാം മശിഹാനാഥാം നിൻ വന്നേ കൃപ ചെയ്യണമേ. ഹരേ നീരിന്മേൽ സ്ഥാപിച്ചോനേ ശുദ്ധിവിഹീനന്മാരെയും ഉത്പലയേറ്റോനാം മശിഹാ നിൻ വന്നേ കൃപ ചെയ്യണമേ. تلمذون سبح لابو لبرو والروح قاديسو നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മനശ്വരമായ നല്ല ഉന്നതിയും ഇടപെടാതെ അവിടുത്തേക്കു കരേറ്റുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. വാർക്കുമോ ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി തന്റെ ദേഹത്തെ പരിശുദ്ധ ബലിയായി അർപ്പിക്കുകയും വിസ്മയനീയമായ തന്റെ താഴ്മയുടെ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും കുരിശുമരം മൂലം മരത്തെ സംബന്ധിച്ച് ആജ്ഞ ലംഘിച്ചതിനായുള്ള ആദ്യത്തെ ശിക്ഷയെ നീക്കിക്കളയുകയും മരണകരമായ കയ്പുരസത്തിന് പകരം ജീവകരമായ മധുരരസം ഞങ്ങൾക്ക് സമ്മാനമായി നൽകുകയും ചെയ്ത ഉത്കൃഷ്ട പുരോഹിതന് സ്തുതി. തനിക്ക് 6-ാം മണി നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളും നാഴികയിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സുള്ള ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമാകുന്നു. ബാർക്കുമോർ ബക്കുൽ ഹുനിയോ മോസോ ദഹായായിലവൽ മീൻ. ബാർക്കുമോർ മരണമില്ലായ്മയെ നേടിയിരിക്കുന്നവനായി സർവത്തിന്റെയും സൃഷ്ടാവും നിർമ്മാതാവുമായ ദൈവമേ, നിന്റെ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ കഷ്ടതകളെ മായ്പാനും നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ മരിപ്പിപ്പാനുമായി ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ബഹുലമായ നിന്റെ സ്നേഹത്താലും നല്ല മനസ്സാലും കഷ്ടതയ്ക്കും മരണത്തിനും നീ എഴുന്നള്ളി വരികയും യഹൂദ ജനത്തിൽ നിന്ന് അപമാനവും അധിക്ഷേപവും പരിഹാസവും സഹിക്കുകയും ചെയ്തു. എല്ലാവർക്കും വിധികർത്താവായിരിക്കുമ്പോൾ ഒരു കുറ്റക്കാരനെ പോലെ നാടുവാഴിയായ പീലാത്തോസിന് മുമ്പാകെ നിൽക്കുകയും വിസ്തരിക്കപ്പെടുകയും ഒരു ദ്രോഹിയെ പോലെ കൊലയ്ക്കായി ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഉന്നതങ്ങളിൽ ക്രൂബേന്മാരുടെ മുകളിൽ ഇരുന്ന് വാഴ്ത്തപ്പെടുമ്പോൾ രക്ഷാകരമായ സ്ലീബാമേൽ മനസ്സോടെ നീ തൂങ്ങി. മാലാകമാർ അഗ്നിജ്വാല നിമിത്തം തങ്ങളുടെ മുഖം മറച്ചു നിൽക്കുമ്പോൾ നഗ്നനായി നീ കുരിശിൽ തറയ്ക്കപ്പെടുകയും മധ്യാഹ്നത്തിൽ സൂര്യനെ അന്ധകാരപ്പെടുത്തുകയും നിന്റെ കൈകളുടെ നീട്ടലാൽ വായുമണ്ഡലത്തെ ശുദ്ധീകരിക്കുകയും നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും വന്ദിക്കുവാനായി സർവത്തെയും നീ ആകർഷിക്കുകയും ചെയ്തു. അശുദ്ധ ബലികൾ കൊണ്ട് മാറിയിരുന്ന വായുമണ്ഡലത്തെ നിന്റെ പരിമള വാസനയാൽ രമണീയമാക്കുകയും മരത്തിന്മേൽ വെച്ചുള്ള നിന്റെ വിളിയാൽ ദേവാലയത്തിലെ തിരശ്ശീല കീറുകയും ഭൂമിയെ വെറുപ്പിക്കുകയും പാറകളെ പിളർക്കുകയും കബറുകളെ തുറക്കുകയും ചെയ്തു. സാത്താനെ നീ കൊല്ലുകയും ശവക്കല്ലറകളിൽ കിടന്നിരുന്നവരുടെ ജീവനെയും നാശമില്ലായ്മയും പറ്റി പ്രസംഗിക്കുകയും അവർ അവരുടെ ശവക്കല്ലറുകളിൽ നിന്ന് എഴുന്നേറ്റ് നിന്റെ ഉയർപ്പിന്റെ സ്ഥിരതയെ അറിയിക്കുകയും ചെയ്തു. ഇത് ഹേതുവായിട്ട് നിന്റെ കഷ്ടാനുഭവത്തെ ഓർക്കുന്ന നാളിൽ ബലഹീനതയും പാപമുള്ള ഞങ്ങളുടെ വർഗത്തിന്മേൽ നീ ഒഴിച്ചിട്ടുള്ള കൃപയോടും ആദ്യവും അന്തവുമില്ലാത്ത നിന്റെ അനുഗ്രഹങ്ങളോടും ഞങ്ങൾ അപേക്ഷിക്കുന്നത് എന്തെന്നാൽ കഷ്ടതയില്ലാത്തവരും ഉപദ്രവവും അനുഭവിക്കാത്തവരുമായി ഞങ്ങളെ നീ ആക്കി തീർക്കണമേ.
അപമാനകരങ്ങളും നിന്ദാകരങ്ങളുമായ സകല വികാരങ്ങളിൽ നിന്നും ഞങ്ങളെ നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. ദുഷ്ടന്റെ ജ്വലിക്കുന്ന സകല അസ്ത്രങ്ങളോടും പാപകിണികളോടും എതിർത്ത് നിൽക്കുന്നതിന് ഞങ്ങൾ പ്രാപ്തിയുണ്ടാകണമേ. നീ മുഖാന്തരം വൈരികളുടെ എല്ലാ പ്രവൃത്തികളെയും ജയിപ്പാനുമായിട്ട് നിന്റെ ദൈവിക ശക്തിയാകുന്ന ആയുധം ഞങ്ങളെ ധരിപ്പിക്കണമേ. നിന്റെ സ്ലീബായുടെ ജീവനുള്ള അടയാളത്താൽ ഞങ്ങളെ കാത്തു രക്ഷിച്ച് അതിന്റെ ചെറുകളുടെ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. നിന്നെ ഉപേക്ഷിക്കുകയും നിന്റെ ഭരണത്തെ അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ളവരോടുകൂടെ നിന്റെ അവസാന എഴുന്നേൽപ്പ് ദിവസത്തിൽ ഞങ്ങളെ ലജ്ജിക്കുമാറാകരുതേ. നിന്റെ കുറ്റമില്ലാത്ത കഷ്ടാനുഭവങ്ങളെ പരീക്ഷിച്ചിട്ടുള്ളവരോടുകൂടെ ഞങ്ങൾ അതിവേദനപ്പെടരുതേ. അഹങ്കാരത്തോടെ നിന്നെ മരത്തിന്മേൽ ക്രൂശിച്ചവരോടുകൂടെ അഗ്നിയാൽ ഞങ്ങൾ മായ്ക്കപ്പെടുമാറാകരുതേ. നിന്റെ മുഖത്ത് തുപ്പുകയും വടി കൊണ്ട് നിന്നെ അടിക്കുകയും ചെയ്തിട്ടുള്ളവരോടുകൂടെ കൂരിരുട്ടിൽ ഞങ്ങൾ തപ്പി നടക്കുമാറാകരുതേ. നീ ദൈവത്തിന്റെ പുത്രനാകുന്നുവെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, എന്നാൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാമെന്ന് ദുഷിച്ച് പറഞ്ഞിട്ടുള്ളവരോടുകൂടെ ഞങ്ങൾ ദേഹികൾക്ക് ഞങ്ങൾ അരിഷ്ടത കൊടുക്കുമാറാകരുതേ. തങ്ങളുടെ ചുണ്ടുകൾ മലർത്തുകയും തല കുലുക്കുകയും കൊണ്ട് ഏഹേ അവനെ ഞങ്ങൾ കൺകൾ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളവരോടുകൂടെ കരച്ചിലും പല്ലുകടിക്കും ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. എന്നാലോ കരുണയുള്ളവനെ ഭയം നിറഞ്ഞിരിക്കുന്നതായ ആ നാഴികയിൽ ദയ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ നിന്റെ സന്നിധിയിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയും ജീവനുണ്ടാകുന്ന നിന്റെ കഷ്ടാനുഭവങ്ങളെ ബഹുമാനിക്കുകയും നിന്റെ സ്ലീബായിൽ പ്രശംസിക്കുകയും നിന്റെ മുറിവുകളെ ആലിംഗനം ചെയ്ത് ചുംബിക്കുകയും നിന്റെ രക്ഷയിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന നിന്റെ ദാസന്മാരായ ഞങ്ങളെല്ലാവരെയും നീ വീണ്ടുകൊള്ളണമേ. ഞങ്ങളുടെ സകല അധർമ്മങ്ങളെയും നീ മായ്ച്ചു കളയണമേ. നിന്റെ സ്ലീബായുടെ ജയമുള്ള തണലിൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. സ്വർഗീയ മണവാളനായ നിന്നോടുകൂടെ നിന്റെ നിത്യരാജ്യത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റും. ബാർക്കുമോർ ഹോഷോ വക്കുല സുബാൻ ലവൽ മീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. വനത്തിൽ വെച്ച് മന്ന നൽകുകയും പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുകയും പാളയത്തിലെ സംഘത്തിൻ മധ്യത്തിൽ രൂപീകരിച്ച സർവത്താൽ ജീവൻ നൽകുകയും ചെയ്ത തന്നെ അവർ സ്കീപ്പാൽ മരണത്തെ അസൂയോടെ വിധിച്ചു. പാർക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അവർക്ക് സന്തോഷമായിരുന്നു. രക്ഷകൻ വന്നപ്പോൾ അവർ അധികാരത്തോടെ തന്നോട് പെരുമാറുകയും കർമ്മയോഗ്യനെയും പോലെ അസൂയോടെ തന്നെ ദണ്ഡിപ്പിക്കുകയും ചെയ്തു. പുത്രന്റെ മരണത്തെക്കുറിച്ചുള്ള ഈ രഹസ്യം ഗൂഢമായി കാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ജനത്താൽ താൻ സകലത്തെയും സദൃശ്യപ്പെടുത്തി തന്റെ കൃപ വിഗ്രഹാരാധനയിൽ നിന്ന് സകല ജാതികളെയും വിടുവിച്ച് രക്ഷിച്ചു. പാപത്തിൽ വീണുപോയ നമ്മുടെ വർഗം തന്റെ താഴ്മയാൽ ഉന്നതി പ്രാപിച്ചു. പാർക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അബദ്ധകാര്യങ്ങൾ പുറപ്പെട്ടു. നീ മണ്ണവാസിക്കുവാൻ ഒരിക്കലും ഇടയാകരുതേ എന്ന് അവൻ പറഞ്ഞു. പ്രതികൂലിയാകുന്നുവെന്ന് അവനെ മനസ്സിലാക്കി ആഗ്രഹിച്ച അബദ്ധത്തെ അവൻ കീഴടക്കുകയും ചെയ്തു. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ കാഴ്ച വിധിഗേഹത്തിൽ നിലകൊണ്ടോ
നിൻവീതി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ ഈശാ. ഒരിയോരാകെ ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക. ദൈവത്തിന് സ്തുതിയും ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും നിന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയോസ് എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന്. യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പരീശൻ തന്നോടുകൂടെ ഭക്ഷണം കഴിക്കുവാൻ അവനെ ക്ഷണിച്ചു. അവൻ ആ പരീശന്റെ ഭവനത്തിൽ കടന്ന് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിന് മുമ്പ് അവൻ കൈ കഴുകിയില്ലെന്ന് കണ്ടിട്ട് ആ പരീശൻ ആശ്ചര്യപ്പെട്ടു. യേശുതമ്പുരാൻ അവനോട് പറഞ്ഞു, പരീശരായ നിങ്ങൾ പാനപാത്രങ്ങളുടെയും ഭക്ഷണപാത്രങ്ങളുടെയും പുറം വെടിപ്പാക്കുന്നു, അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബുദ്ധിഹീനരെ, പുറം നിർമ്മിച്ചവനല്ലയോ അകവും നിർമ്മിച്ചത്? നിങ്ങൾക്കുള്ളത് ഭിക്ഷ നൽകുവീൻ, അപ്പോൾ നിങ്ങൾക്കുള്ളതെല്ലാം ശുദ്ധമായി തീരും. പരീശരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ ചീരയുടെയും ജീരകത്തിൻ്റെയും മറ്റെല്ലാ സസ്യത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ നീതി, ദൈവസ്നേഹം എന്നിവ നിങ്ങൾ അവഗണിക്കുന്നു. ഇവയാണ് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടിയിരുന്നത്. മറ്റുള്ളവയെ ഉപേക്ഷിക്കരുതാനും. പരീശരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ സിനഗോഗുകളിൽ പ്രധാന സ്ഥാനവും തെരുവുകളിൽ അഭിവാദനവും ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ മറഞ്ഞുകിടക്കുന്ന ശവക്കല്ലറ പോലെയാകുന്നു. മനുഷ്യർ അറിയാതെ അതിന്മേൽ നടക്കുന്നു. അനന്തരം വേദപണ്ഡിതരിൽ ഒരുവൻ യേശുവിനോട്, ഗുരു, നീ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെയും അപമാനിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, വേദപണ്ഡിതരെ, നിങ്ങൾക്ക് കഷ്ടം! എന്തെന്നാൽ നിങ്ങൾ ഭാരമേറിയ ചുമടുകൾ മനുഷ്യരെ കൊണ്ട് എടുപ്പിക്കുന്നു,
ചെറുവിരൽ കൊണ്ടുപോലും നിങ്ങളത് താങ്ങുന്നതുമില്ല. നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാരുടെ കബറുകൾ നിങ്ങൾ നിർമ്മിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തിക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു, അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അവർ പ്രവാചകന്മാരെ കൊന്നു, നിങ്ങൾ അവരുടെ കബറുകൾ പണിയുകയും ചെയ്യുന്നു. ഇക്കാരണത്താൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഞാൻ പ്രവാചകന്മാരെയും സ്ത്രീകന്മാരെയും അവർക്കായി അയക്കും. അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്യും. അത് ലോകാരംഭത്തിലെ ഹാബേലിൻ്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട സക്രിയായുടെ രക്തം വരെ ചൊരിയപ്പെട്ട സകല പ്രവാചകന്മാരുടെ രക്തത്തിന് ഈ തലമുറയോട് പകരം ചോദിക്കുവാനാകുന്നു. അതേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയോട് അതിനെ പകരം ചോദിക്കും. വേദപണ്ഡിതരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! എന്തെന്നാൽ ജ്ഞാനത്തിൻ്റെ താക്കോൽ നിങ്ങൾ കൈക്കലാക്കി. നിങ്ങൾ പ്രവേശിച്ചില്ല, പ്രവേശിക്കുന്നവരെ തടയുകയും ചെയ്തു. യേശു തമ്പുരാൻ ഇവ അരുളി ചെയ്യുമ്പോൾ വേദപണ്ഡിതരും പരീശരും കഠിനമായി കോപിച്ച് അവനെ നിശിതമായി വിമർശിക്കുവാൻ തുടങ്ങി. അവനെ വാക്കിൽ കുടുക്കി ദോഷാരോപണം ചെയ്ത് പിടികൂടുവാൻ തക്കം നോക്കിക്കൊണ്ട് അവർ അവനോട് പലതും ചോദിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവിന് വന്ദനം ഉണ്ടാകട്ടെ. ആശായാൽ കഷ്ടതയേറ്റ സഭ നാഥ തേ സ്തുതിയും മാനം ഞങ്ങളുടെ പിതാവേ, ആശായാൽ കാഷ്ടതയേറ്റ സഭ
Abun de Besmayo. المدن شبه لابو لبرو والروح قاديسو അത്ഭുത ശക്തിയ മിസറേമേ നിത്യമരിഹാസം നൽകി شبهلا بولا برو والروح قاديسو നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മനസ്വരമായ നല്ല ഉന്നതിയും ഇടപെടാതെ അവിടത്തേക്കു കരേറ്റുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഓർക്കുമോ, ഞങ്ങളെ കഷ്ടതയില്ലാത്തവരും മരണമില്ലാത്തവരുമാക്കി തീർപ്പാനായിട്ട് തൻ്റെ മനുഷ്യാവതാരം മൂലം മനസ്സോടെ കഷ്ടാനുഭവത്തിനായി എഴുന്നള്ളി വരികയും തിരുമേനിയുടെ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളുടെ കുറ്റപത്രങ്ങളെ കീറിക്കളയുകയും ഞങ്ങളുടെ മരണമുള്ള വർഗത്തിന് കഷ്ടതയില്ലായ്മ നൽകുകയും വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ മേലുള്ളവരെയും താഴെയുള്ളവരെയും നിരപ്പാക്കുകയും ചെയ്തവനായി തൻ്റെ ഉണ്മയിൽ കഷ്ടതയില്ലാത്തവനായ കർത്താവിന് സ്തുതി. തനിക്ക് 9-ാം മണി നമസ്കാരത്തിൻ്റെ പൂർത്തീകരിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾക്ക് ആയുസ്സുള്ള കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാർഖുമോ, വചനമായ ദൈവമേ, ഞങ്ങളുടെ പക്കലുള്ള നിന്റെ കൃപകൾക്ക് വേണ്ടി ന്യായമായിരിക്കുന്ന പ്രകാരം നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നവനാരാകുന്നു. ഞങ്ങളെ കഷ്ടതയിലാക്കുന്നവരാക്കി തീർപ്പാനായിട്ട് നീ കഷ്ടാനുഭവത്തിനും മരണത്തിനും മനസ്സോടെ വരികയും ഞങ്ങളുടെ ദൈവത്തിൻ്റെ മക്കളായി തീർപ്പാനായിട്ട് നീ സത്യമായി മനുഷ്യനായി തീരുകയും ചെയ്തു. മത്സരക്കാരനായ ആകൽ കർസ ഞങ്ങളുടെ വർഗത്തിന് കഠിനമായി ഉപദ്രവിച്ചതിനെ കണ്ടിട്ട് കഷ്ടാനുഭവത്തിനും മരണത്തിനും നീ എഴുന്നള്ളി വരികയും അതിനെ രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ നിന്റെ ഈ ഇറങ്ങിവരവിനെ ദീർഘദർശിമാരും പുണ്യവാന്മാരും അവരുടെ മനോനയനങ്ങൾ കൊണ്ട് മുൻകൂട്ടി അറിയിച്ചു. കുറ്റക്കാരനായ ആദാമിന് നിമിത്തമുള്ള നിന്റെ മരണത്തെയും ബലിയെയും അവൻ സൂചിപ്പിച്ചു. ഒരാൾ ചിന്തപ്പെട്ടതായ അവൻ്റെ രക്തം മൂലം രോഗരക്ഷയ്ക്ക് വേണ്ടി ചൊരിയപ്പെടുന്നതായ നിന്റെ രക്തത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാടാവുന്ന നിന്റെ വലിയ ദൃഷ്ടാന്തത്തെ പെടുത്തിക്കൊണ്ട് വേറൊരാൾ തൻ്റെ പുത്രനെ ബലിപീഠത്തിങ്കൽ വെച്ച് ബന്ധിച്ചു. മറ്റൊരുത്തൻ മിസ്രയീമിലേക്കുള്ള അവൻ്റെ ഇറക്കം മൂലം നിന്റെ വർഗത്തെ രൂപപ്പെടുത്തി. മറ്റൊരുത്തൻ കൊല്ലപ്പെട്ടിരുന്ന കുഞ്ഞാടിനാൽ നിന്നെ കൊലപ്പെടുത്തുന്നതിനെ രൂപീകരിച്ചു. വേറൊരുത്തൻ ലോകത്തിലുള്ള ബലികളാലും പാനീയ കാഴ്ചകളാലും നിന്റെ ബലിയെ കാണിച്ചു. വേറൊരുവൻ മശിഹ എഴുന്നള്ളി വന്ന് യെരൂശലേമിൽ വെച്ച് വധിക്കപ്പെടുമെന്നും അതിനെ നശിപ്പിച്ചു കളയുമെന്നും ദീർഘദർശനം പറഞ്ഞു. വേറൊരുവൻ സന്ധ്യാസമയത്ത് അറക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞാടിനാൽ കാലത്തികവെങ്കിൽ നിന്റെ തിരുമേനിയുടെ അറപ്പിനെ മുൻകൂട്ടി കാണിച്ചു. വേറൊരുത്തൻ കുന്തമുയർത്തി നേടിയ വിജയത്താൽ നിന്റെ ബഹുമാനത്തിലുള്ള സ്ലീബായുടെ വിജയത്തെ അറിയിച്ചു. ഒരുവൻ
ഞാൻ കഷ്ടത അനുഭവിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നിങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായ നിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ദീർഘദർശനം പറഞ്ഞു. വേറൊരുവൻ സത്യമായിട്ട് അവൻ നമ്മുടെ കഷ്ടതകളെ സഹിക്കുകയും നമ്മുടെ നൊമ്പരങ്ങളെ കൈയേൽക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞു. ഒരുവൻ തൻ്റെ വസ്ത്രങ്ങൾ ചുവന്നിരിക്കുന്നതും തൻ്റെ തിരുമേനിയിൽ രക്തം പുരണ്ടിരിക്കുന്നതും എന്തെന്ന് ചോദിച്ചു. മറ്റൊരുവൻ കള്ളന്മാരുടെ മധ്യത്തിൽ വെച്ചുണ്ടായ ജീവൻ നൽകുന്നതിൻ്റെ മരണത്തെക്കുറിച്ച് തൻ്റെ ദേഹിയെ മരണത്തിന് വിട്ടുകൊടുക്കുകയും അധർമ്മികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു എന്ന് ഓർമ്മിപ്പിച്ചു. ഒരുത്തൻ അധർമ്മികളിൽ നിന്നും നിന്റെ മുഖം കൈക്കൊണ്ട തുപ്പലിനെക്കുറിച്ചും ചമ്മട്ടികൾ കൊണ്ട് നീ സഹിച്ച അടികളെക്കുറിച്ചും എൻ്റെ ദേഹത്തെ അടികൾക്കായിട്ടും എൻ്റെ മുഖത്തെ ചതയ്ക്കുന്നതിനും ഞാൻ വിട്ടുകൊടുത്തു എന്നും ലജ്ജയിൽ നിന്നും തുപ്പലിൽ നിന്നും എൻ്റെ മുഖം ഞാൻ പിന്തിരിച്ചില്ല എന്നും പ്രസംഗിച്ചു. മറ്റൊരുതൻ നിന്റെ നിയമത്തിൻ്റെ രക്തം മൂലം ബന്ധനത്തിൽപ്പെട്ടവരെ നീ അഴിച്ചുവിടുമെന്നും അറിയിച്ചു. എന്നാൽ ദീർഘദർശിമാരിൽ മഹത്വമുള്ളവനായ യേശയ്യാ പുറജാതികളിൽ നിന്ന് നീ തിരഞ്ഞെടുത്തിട്ടുള്ള നിന്റെ ജനങ്ങളുടെ അടുക്കലേക്ക് പ്രവഹിക്കുന്നതായ നിന്റെ കൃപയെക്കുറിച്ച് അവൻ്റെ ഉദാഹരണം മൂലം മുൻകൂട്ടി അറിയിച്ചു. നിന്നെ വിട്ടോടിപ്പോയ യൗവനാനും ഇതിനെന്ന് തന്നെ അറിയിച്ചു. യേശയ്യാ നിന്റെ താഴ്മയും മൗനത്തെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് അവൻ ആട്ടിൻകുട്ടിയെ പോലെ വെട്ടുവാൻ കൊണ്ടുപോകപ്പെടുമെന്നും രോമം വെട്ടുന്നവന് മുമ്പിൽ പെണ്ണാട് പോലെ അനങ്ങാതെ നിൽക്കുമെന്നും പറഞ്ഞു. എൻ്റെ കൈകളും കാലുകളും അവർ കുത്തിത്തുളച്ചുവെന്ന് ദാവീദ് പരസ്യമായി അട്ടഹസിച്ചു. ഇടയനെ അടിക്കുമെന്നും അവൻ്റെ ആടുകൾ ചിതറിപ്പോകുമെന്നും സഖറിയ പറഞ്ഞു. എന്നാൽ കർത്താവേ, ദീർഘദർശിമാരുടെ വചനങ്ങളെ നീ നിറവേറ്റി യേശയ്യാ മുൻകൂട്ടി ഉദാഹരണമായി പറഞ്ഞിട്ടുള്ള തോട്ടത്തിലേക്ക് ഫലമന്വേഷിക്കുവാനായിട്ട് ഇന്നേ ദിവസം നീ എഴുന്നള്ളി വന്നു. എന്നാൽ ദീർഘദർശിമാരെ കൊല്ലുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള വേലക്കാർ എഴുന്നേറ്റ് ദീർഘദർശിമാരുടെ നാഥനും എല്ലാവരുടെയും ദൈവവുമായ നിന്നെ മരണത്തിനും കുരിശിനും ഏൽപ്പിച്ചു കൊടുത്തു. ഇത് ഹേതുവായിട്ട് ദീർഘദർശിയുടെ വചനപ്രകാരം തോട്ടത്തെ നീ നശിപ്പിക്കുകയും അതിലുള്ള ഗോപുരം നിർമൂലമാക്കുകയും വേലി പൊളിച്ചു കളയുകയും സിയോന് പകരം നല്ല ഫലങ്ങളെ കായ്ക്കുന്ന തോട്ടമായി വിശുദ്ധ സഭയെ നീ സ്ഥാപിക്കുകയും ചെയ്തു. ആകയാൽ പരിശുദ്ധ സഭയുടെ മക്കളാവുന്ന ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദുഷ്ടനിൽ നിന്നും അവൻ്റെ കെണികളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും സഭയെ കാത്തുകൊള്ളണമേ. അതിനെ സന്താനങ്ങളാവും ഞങ്ങൾ നിന്റെ കഷ്ടതയിൽ കഷ്ടാനുഭവിപ്പാനും നിന്റെ മണവറയിൽ ഇമ്പപ്പെടുവാനും നിന്റെ ക്രൂശിൽ വിജയം സന്തോഷിപ്പാനും നിന്റെ രാജ്യത്തിൽ സന്തോഷിപ്പാനും യഹൂദജനത്തിൻ്റെ ആക്ഷേപത്തിന് പകരമായി നിനക്ക് പ്രസാദമായിരിക്കുന്ന സ്തുതിയെ സമർപ്പിപ്പാനും നീ ഞങ്ങൾക്ക് സംഗതിയാകണമേ. നിന്റെ ആന്തരിക തോട്ടത്തിൽ വെടിപ്പോടും വിശുദ്ധിയോടും വേല ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. നിന്റെ വിശുദ്ധ തിരുനാമം ഞങ്ങൾ ശ്രേഷ്ഠതപ്പെടുത്തുവാനായിട്ട് സ്ഥിരമായ നിരപ്പും സമൃദ്ധമായ സമാധാനവും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. നിന്റെ ഉയർപ്പിൻ്റെ ആനന്ദകരമായ പെരുന്നാളിന് വെടിപ്പോടെ വന്നു ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. ബാറക്കുമോ ഹോശോ വബകുലസ്ബാൻ ലവൽമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബാർക്കുമോർ, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റുകൊടുക്കുമെന്നും നമ്മുടെ രക്ഷകൻ തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തപ്പോൾ ഹൃദയ ദുഃഖവും വിലാപവും കൊണ്ട് അവർ തമ്മിൽ പറഞ്ഞെന്നാൽ നമ്മുടെ ഇടയിൽ വഞ്ചനയോടെ പതിയിരുന്ന നമ്മോട് പോരാടുന്നവനായി പ്രാക്കള കൂട്ടത്തിലെ സർപ്പമാരാകുന്നു. ബാർക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങൾക്ക് വേണ്ടി ജഡപ്രകാരം പീഡ ഏൽക്കുകയും നിർദോഷമായ തൻ്റെ കഷ്ടതകളുടെ പരിമളത്താൽ പാപവികാരങ്ങളുടെ ദുർഗന്ധത്തെ മായ്ച്ചു കളയുകയും ചെയ്ത പീഡാരഹിതനായുള്ളവയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ രക്ഷാകരമായ കഷ്ടാനുഭവത്തെ ഓർക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്ന ഈ സുഗന്ധധൂപത്താൽ ഞങ്ങളുടെ അവയവങ്ങളിൽ നിന്നും നാശകരമായ എല്ലാ വികാരങ്ങളെയും ഉന്മൂലനം ചെയ്യണമേ. നിന്നെ പ്രസാദിപ്പിക്കുന്ന ശ്രേഷ്ഠ നടപ്പുകളുടെ പരിമളം നീ ഞങ്ങളുടെ ആത്മാക്കൾക്ക് സമ്പാദിച്ചു തരണമേ.
ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, നീ പുണ്യത്തിൻ്റെ ധൂപകലശവും രക്ഷയുടെ ധൂപകലശവും ആരാധകരുടെ ആത്മാക്കളിൽ വീശുന്ന പരിമളവുമാകുന്നുവല്ലോ. മോറൻ ബാലോഹാലവൽമീ. സൃഷ്ടികളുടെ നാനാഭാഗത്തേക്കും അവരെ ചിതറിക്കുകയും അവർ ജാതികൾക്ക് നിന്നാ വിഷയമായി തീരുകയും ചെയ്തു. അവർക്കായി നരകം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സ്തുതി. بكمور هاشوك ده وهلو فار بكمور من دون سار
باركهم لمريو سبحان وعليكم رحمة والمين Evangelion Gadiso Men Yuhanon Sliho യഹൂദന്മാർ യേശുവിനോട് ഞങ്ങൾ കണ്ടതിനെ വിശ്വസിക്കുവാൻ തക്ക വിധം നീ എന്തടയാളം കാണിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ തന്നെ മരിക്കും. പക്ഷേ ഞാൻ പോകുന്നിടത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പോകുന്നിടത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഇവൻ ആത്മഹത്യ ചെയ്തേക്കുമോ എന്ന് യഹൂദന്മാർ പറഞ്ഞു. യേശു തമ്പുരാൻ പിന്നെയും അവരോട് പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരും ഞാൻ മുകളിൽ നിന്നുള്ളവനുമാകുന്നു. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരാകുന്നു, എന്നാൽ ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ തന്നെ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എന്തെന്നാൽ ഞാൻ തന്നെ അവൻ എന്ന് വിശ്വസിക്കാത്ത പക്ഷം നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അപ്പോൾ യഹൂദന്മാർ, നീ ആരാകുന്നു എന്ന് ചോദിച്ചു. അതിന് യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, നിങ്ങളോട് മുമ്പേ തന്നെ പറയപ്പെട്ടവൻ തന്നെ. എങ്കിലും എനിക്ക് നിങ്ങളെക്കുറിച്ച് വളരെ പറയുവാനും വിധിക്കുവാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. അവനിൽ നിന്ന് കേട്ടത് തന്നെയാണ് ഞാൻ ലോകത്തോട് സംസാരിക്കുന്നത്. തൻ്റെ പിതാവിനെ കുറിച്ചാണ് യേശു തമ്പുരാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചതുമില്ല. യേശു തമ്പുരാൻ വീണ്ടും അരുളി ചെയ്തു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തുമ്പോൾ ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയം ഒന്നും ചെയ്യുന്നില്ലെന്നും എൻ്റെ പിതാവിനെ പഠിപ്പിച്ചതാണ് ഞാൻ സംസാരിക്കുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്നോടുകൂടിയുണ്ട്. എപ്പോഴും അവന് പ്രസാദകരമായത് ഞാൻ ചെയ്യുന്നതിനാൽ അവൻ എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. ഇത് പറഞ്ഞപ്പോൾ അനേകർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. ബാർഖിമോ ലമറിയോ സഗതോ ആശായാൽ കാഷ്ടതയേറ്റ സഭ മോദിക്കുമുദ്ധാരേ നാദാദേ സ്തുതിയും മാനം താതനും മഹിമാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പറക്കുമോർ വന്യപിതാക്കന്മാരുടെ പ്രാർത്ഥന നാം ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുത്തവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി
വിശുദ്ധ റൂഹ മൂലം ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മോഹത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ ബന്ധിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമോ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഈർപ്പിനും വരുവാൻ്റെ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ബാറക്കുമോർ സോമൻ കാലസ് ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണം. ഈ നമസ്കാരം മുഖ്യ കാർമ്മികത്വം വെച്ച് അനുഗ്രഹിച്ച ചെന്നൈ ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിമന്യ ഗിയോർഗീസ് മാർ വിലക്ഷനോസ് തിരുമേനിയോടുള്ള സ്നേഹാദരവുകൾ സെമിനാരി കുടുംബത്തിനു വേണ്ടി അറിയിക്കും.